IT കമ്പനി വർക്ക് ചെയ്യുന്ന 13 വർക്കേഴ്സിനും ഓരോ ടൈപ്പ് രോഗങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഓർമ്മക്കുറവ്, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ശരീരഭാഗങ്ങൾ പഴുത്ത് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഓഫീസിലെ MD ബാത്റൂമിൽ മരിച്ചു വീഴുന്നുണ്ട്. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു IT ഓഫീസായിരുന്നു അത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അസുഖം ബാധിക്കാനും അതിലെ MD മരിച്ചു പോകാനുള്ള കാരണം? നമ്മൾ ത്രില്ലടിച്ച് കാണുന്ന അത്രയും നല്ല ഒരു സിനിമയാണ് ഇത്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പൊ ഇവിടെ ഒരു IPS ഓഫീസർ ഒരാളെ വിളിച്ചിട്ട് അയാൾ തെളിയിച്ച ഒരു കേസിന്റെ പേരിൽ നന്ദി പറയുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വർക്കേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറുന്നതിന് മുമ്പ് ഒരു പഞ്ച് ചെയ്തിട്ടാണ് കയറുന്നത്. ഇപ്പൊ ആ ഒരു ഓഫീസിൽ എന്തോ ഒരു കോൺട്രാക്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മീരയുടെ കെയർ ഓഫിൽ ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. അയാള് MD ആയിട്ടുള്ള ജോൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലങ്കോലായിട്ട് എല്ലാ വർക്കേഴ്സും പണിയൊന്നും എടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് മീര പെട്ടെന്ന് വന്ന് MD വരുന്നുണ്ടെന്ന് പറയുന്നത്. അത് കേട്ടതും എല്ലാവരും സൈലന്റ് ആയി ഭയങ്കര ഡിസിപ്ലിനോടുകൂടി വർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് ഈ ഒരു ഓഫീസിലെ MD ഐസക് ജോൺ. ഐസക് ജോൺ അവിടെ ഒരു സ്റ്റാഫ് ഇതുവരെ വന്നിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് മീരയെ അവന്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് നേരം വൈകി വന്ന ആ ഒരാളെ ഉപദേശിച്ച് ശരിയാക്കണമെന്ന് മീരയോട് പറയുന്നുണ്ട്. എല്ലാ വർക്കേഴ്സിന്റെ ഹെൽത്തിനെ കുറിച്ച് ഈ ഒരു MDക്ക് ഭയങ്കര കോൺഷ്യസ് തന്നെ ആയിരുന്നു. മീര ഓക്കെ അല്ലേ, ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അവിടെ മീരനെക്കാളും ഇത്തിരി കൂടി ഉയർന്ന പൊസിഷനിലുള്ള ഒരാളാണ് രാജീവ് സാർ. അയാൾ ഭയങ്കര ഗൗരവത്തിലാണ് എല്ലാവരെയും ഭരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ രാജീവ് സാറും ഇപ്പൊ കോൺട്രാക്ട് പിടിക്കാനായിട്ട് വന്ന ആ ഒരാളും വേറൊരു സ്റ്റാഫും കൂടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ ഒരു ക്യാബിനിലേക്ക് തന്നെ പോകുന്നുണ്ട്. പെട്ടെന്ന് രാജീവ് സാറ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ജോണിനെ നോക്കാനായിട്ട് വരുന്നുണ്ട്. ജോൺ അപ്പോ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ ഡോർ ലോക്ക് ആണ്, അത് ഓപ്പൺ ആവുന്നില്ല. ആ ഒരു ബാത്റൂമിന്റെ സെക്കൻഡ് കീ ഉപയോഗിച്ച് ആ ബാത്റൂം തുറന്നു നോക്കുമ്പോൾ ഐസക് ജോൺ എന്ന് പറഞ്ഞ അവരുടെ MD മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. തലയിടിച്ചാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പൊ IPS ഓഫീസറും കുറച്ച് പോലീസുകാരും ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട്. ബോഡിയിൽ പ്രത്യേകിച്ച് പോയിസൺ ഒന്നും ഇല്ലാന്നും മിക്കവാറും തലയിടിച്ച് മരിച്ച തന്നെ ആയിരിക്കുമെന്നും അവരെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഈ ഡോർ എങ്ങനെയാണ് ലോക്ക് ആയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ ജോണിനാന്ന് വെച്ചാൽ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അധികം അടച്ചുപൂട്ടിയ സ്ഥലത്തൊക്കെ പോയാൽ അയാൾക്ക് ശ്വാസം മുട്ട് വരും. അധികം ഒച്ചെടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ ക്യാമറയിൽ നോക്കുന്ന IPS ഓഫീസർക്ക് മനസ്സിലാവുന്നുണ്ട് ജോണിന്റെ ഷർട്ടിലായിട്ട് കോഫി വീണോണ്ട് അവൻ കഴുകാനായിട്ടാണ് വാഷ്റൂമിലേക്ക് വന്നതെന്ന്. അതുപോലെ തന്നെ ഡോറിന്റെ ആ ഒരു ലോക്കിൽ നഖങ്ങളുടെ പാടുണ്ടായിരുന്നു. അതായത് ജോണ് വാതിൽ തുറക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഡോറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. എന്നാൽ ബാക്കി എല്ലാവരും ഇത് വീണ് മരിച്ചതാണെന്ന് പറയുമ്പോഴും നമ്മുടെ IPS ഓഫീസറിന് മാത്രം ഇതൊരു മർഡർ ആണെന്ന് സംശയം വരാണ്. അവൻ ഉറപ്പിക്കാണ് അത് മർഡർ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിന്റെയും ഫോൺ അവൻ വാങ്ങി വെക്കുന്നുണ്ട്. ഐസക് ജോൺ എന്ന് പറഞ്ഞ ഈ MDയുടെ പാർട്ട്ണറായിട്ട് ജിംസൺ എന്ന് പറഞ്ഞ ഒരാളും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ജിംസൺ ഇപ്പൊ ആ ഒരു കമ്പനിയിലേക്ക് വരുന്നുണ്ട്. IPS ഓഫീസർ വിചാരിക്കാണ് ജോൺ എന്ന് പറഞ്ഞ പാർട്ട്ണർ മരിച്ചിട്ടുണ്ടെന്ന് വെച്ചാല് ജിപ്സന് കമ്പനിയുടെ എല്ലാ ഷെയറും ഒന്നിച്ചു കിട്ടുമല്ലോ. അതുകൊണ്ട് ജിപ്സൺ ആയിരിക്കും ഇനി ആരെങ്കിലും വെച്ച് ജോണിനെ കൊന്നതെന്ന്. എന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് IPS ഓഫീസർക്ക് മനസ്സിലാവാണ് ജോണിന്റെ മരണശേഷം ഈ ഷെയർസ് എല്ലാം ആർക്ക് കൊടുക്കണമെന്ന് അവൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിപ്സൺ ആയിരിക്കില്ല ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരു IPS ഓഫീസർക്ക് ജിപ്സന്റെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് പോകാണ്. ഇപ്പൊ അവിടെയുള്ള വർക്കേഴ്സിനെയൊക്കെ ഓരോരുത്തരായി ഈ IPS ഓഫീസറും പോലീസുകാരും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു സ്റ്റാഫിന്റെ ബാഗിൽ നിന്ന് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് കിട്ടും. അവൾക്ക് ഈയിടെയായിട്ട് ഉറക്കില്ല എന്ന് പറയാണ്. അത് ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയതെന്ന് അറിഞ്ഞ് അവിടേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അത് കുര്യച്ചൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവാണ്. എന്നാൽ ഈ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ല, ഞാൻ സ്വന്തം പോയി വാങ്ങിയതാണെന്നാണ് പറയുന്നത്. ഈ IPS ഓഫീസർ പുറത്തു പോകുന്ന സമയത്ത് ഒരു വർക്കറുടെ കാറിൽ ഒരു ക്യാൻഡിയുടെ ചിത്രം കാണുന്നുണ്ട്. ആ ഒരു ക്യാൻഡിയുടെ ചിത്രം ഇവനക്ക് മുന്നേ പരിചയമുണ്ടായിരുന്നു. ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡോക്ടർ കുര്യച്ചന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ മകളാണ് ഇങ്ങനെ ഒരു ചിത്രം അവന്റെ കാറിലും വരച്ചിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ കുര്യാച്ചനും ഈ ഓഫീസും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവൻ മനസ്സിലാക്കാണ്. ആ ഒരു കാറിന്റെ ഉടമസ്ഥനായിട്ടുള്ള വർക്കറുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അവനൊരു സമയത്ത് ഈ കുര്യച്ചൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവാണ്. ഫോൺ മാറിപ്പോയി വേറൊരു സ്റ്റാഫിന്റെ ഫോണാണ് അവൻ ചെക്ക് ചെയ്തത്. ആ ഒരു സ്റ്റാഫും കുര്യച്ചൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അവരെല്ലാവരും ആ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെന്ന് ഈ ഒരു IPS ഓഫീസർക്ക് മനസ്സിലായിട്ട് അവനും ആ ഒരു ഡോക്ടറെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആദ്യം ഈ വർക്കേഴ്സിനെ കുറിച്ച് ഈ ഡോക്ടറോട് ചോദിക്കുമ്പോൾ അയാളൊന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് പേടിച്ച് അയാള് പറയാൻ തുടങ്ങാണ്. മീര എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അവള് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയത്. ഈ കുര്യച്ചൻ ഡോക്ടറുടെ വൈഫാണ് അവളുടെ പ്രഗ്നൻസി നോക്കിയിരുന്നത്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് മീരക്ക് വയറുവേദന വന്ന് അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ ഒരു കുട്ടി അബോട്ടായി പോകുന്നുണ്ട്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 24 മണിക്കൂർ മുമ്പ് തന്നെ ആ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ്.
മനസ്സിലാവാണ്. മീര അതിനാൽ തന്നെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. എന്തോ ഒരു ഡ്രഗ്സ് കണ്ടന്റിന്റെ പ്രസൻസ് അവളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ്. അവളുടെ മെന്റൽ ഇഷ്യൂ ആകെ വീക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാര്യ തന്റെ ഭർത്താവ് സൈക്കാട്രിസ്റ്റ് കുര്യാച്ചൻ ഡോക്ടറെ മീരക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീരയുടെ ബ്ലഡ് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു ഫോറിൻ കണ്ടന്റ് അവളുടെ ബ്ലഡിൽ ഉണ്ടെന്ന് മനസ്സിലാവാണ്. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. ഈ ഒരു റിസർച്ച് ഒക്കെ നടക്കുന്ന സമയത്താണ് രണ്ട് പയ്യന്മാര് ഭയങ്കര തലവേദന കൊണ്ടും അതുപോലെ ഉറക്കം കിട്ടാത്തത് കൊണ്ടും ഈ ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. ഇവരും മീര വർക്ക് ചെയ്യുന്ന ആ ഒരു സെയിം ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഡോക്ടർക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് സാമ്പിൾസ് എടുത്ത് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം ഫോറിൻ കണ്ടന്റ് തന്നെ അവരുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നു. ഇവരെ 3 പേരെയും ഒന്നിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫീസ് മാത്രമാണ്. അപ്പൊ ആ ഒരു ഓഫീസിൽ നിന്നാണ് ഇവർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീരയുടെ കാര്യവും ഈ 2 പയ്യന്മാരോട് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ അവള് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല. ഡ്രഗ്സ് ഉപയോഗിക്കാതെ ഈ ഒരു കണ്ടന്റ് ശരീരത്തിൽ എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫിനെയും ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ് അവിടേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും ഓരോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ നഖങ്ങളെല്ലാം പഴുത്ത് ചീനിരിക്കുകയാണ്. കുറച്ചു പേർക്ക് മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞ് മുട്ടത്തല ആവുന്ന സ്ഥിതിയാണ്. ചിലർക്ക് ഓർമ്മക്കുറവുണ്ട്, ചിലർക്ക് കേൾവിക്കുറവുണ്ട്. അങ്ങനെ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ ഉണ്ടെന്ന് ഈ ഡോക്ടർ കണ്ടെത്താണ്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾസ് നോക്കുമ്പോൾ അവരുടെ എല്ലാവരുടെ ശരീരത്തിലും ഈ ഒരു ഫോറിൻ കണ്ടന്റ് ഈ വർക്കേഴ്സ് അറിയാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അത് അവരുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്ന് ആ ഒരു വർക്കേഴ്സിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഓഫീസിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഡോക്ടർ ചോദിച്ചറിയുന്നുണ്ട്. അവർക്ക് ആ ഒരു ഓഫീസിൽ നിന്ന് ചായയും കുക്കീസും വെള്ളവും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അതിന്റെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോക്ടർ ടെസ്റ്റിന് അയക്കുന്നുണ്ട്. ഇവരുടെ IT കമ്പനിയുടെ MD ആയിട്ടുള്ള ആള് വിഫർമ എന്ന് പറഞ്ഞ ഒരു ഫാർമസിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ജോൺ ആയിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലാബുകൾ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഫാർമസിയിൽ സെയിൽ ചെയ്യുന്ന ഒട്ടുമിക്ക മെഡിസിൻസും അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചതാണ്. ഇപ്പൊ MD ആയിട്ടുള്ള ജോണിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഈ വർക്കേഴ്സ് എന്തോ ഒരു ഫയൽ ഒപ്പിച്ചുകൊണ്ട് വന്ന് ആ ഡോക്ടർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫയലിൽ അവരുടെ ഓഫീസിൽ വെച്ചിട്ടുള്ള പഞ്ചിങ് മെഷീനിന്റെ ബ്ലൂ പ്രിന്റ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പരിശോധിച്ച ആ ഡോക്ടർക്ക് മനസ്സിലാവാണ് അത് ശരിക്കും ഒരു പഞ്ചിങ് മെഷീൻ അല്ലായിരുന്നു എന്ന്. ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോറിൻ കണ്ടന്റ് ഇവരുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയാനായിട്ട് ഡോക്ടർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തില് HNV എന്ന് പറഞ്ഞ ഒരു റെഡ് വൈറസ് ആണ് ഉള്ളതെന്ന് ആ ഒരു ഡോക്ടർ കണ്ടെത്തുന്നുണ്ട്. ഇവർക്ക് എന്നും രാവിലെ കൊടുക്കുന്ന ചായയിലും കുക്കീസിലും വാട്ടറിലെല്ലാം ഈ ഒരു അസുഖത്തിന്റെ ആന്റിഡോട്ട്സ് ആണ് കൊടുത്തോണ്ടിരുന്നിരുന്നത്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ വർക്കേഴ്സിനെല്ലാം ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആന്റിഡോട്ട്സ് ഇവരുടെ ശരീരത്തിൽ എത്തുമ്പോൾ അവർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് അവരൊന്ന് മോണിറ്ററൈസ് ചെയ്യാൻ ഈ ഒരു MDക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ദിവസവും ആ പഞ്ചിങ് മെഷീൻ എന്ന പേരിൽ അവരെ കൊണ്ട് പഞ്ച് ചെയ്യിപ്പിച്ച് ഇവരുടെ ശരീരത്തിലെ മാറ്റങ്ങളൊക്കെ ഒരു MD നിരീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഈ വലിയ ആൾക്കാർ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവർ ഇതിനു മുന്നേ ഒരു ബേബി പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പാവപ്പെട്ട ആഫ്രിക്കയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാണ് ചെയ്തത്. അത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ കുട്ടികൾക്ക് അവര് തന്നെ ഫ്രീ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പും നടത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് അവർ മാർക്കറ്റിലേക്ക് സെൽ ചെയ്യാൻ തുടങ്ങിയത്. നല്ലതാണെന്ന് അറിഞ്ഞ് സെൽ ചെയ്തപ്പോ തൊട്ട് അവരുടെ ആ ഒരു പ്രോഡക്റ്റിന് നല്ല ഒരു വിജയം തന്നെ ലഭിക്കുകയാണ്. പാവപ്പെട്ട ആൾക്കാരെ എയിം ചെയ്ത് അവരിലാണ് ഇതെല്ലാം പരീക്ഷിച്ചുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ തന്നെയാണ് ഇവനൊരു ഓഫീസ് തുടങ്ങി പുതിയതായിട്ട് ഇവരുണ്ടാക്കിയ ഒരു ആന്റിഡോട്ട്സ് പരീക്ഷിക്കാൻ വേണ്ടി വർക്കേഴ്സിനെ ആ ഒരു കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അവരിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് മെഡിസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വന്ന ഈ ഒരു അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാന്നുള്ളത് ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ കൂടി ആ ഒരു ഡോക്ടർ പരമാവധി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഡോക്ടർ കളക്ട് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ഈ ഒരു IPSന് കൈമാറാണ്. MD ആയിട്ടുള്ള ജോൺ ദുബായിൽ നിന്ന് വന്ന് ഉടനെ തന്നെ അവരെ മോണിറ്ററൈസ് ചെയ്യാനുള്ള ആ ഒരു പഞ്ചിങ് മെഷീൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലും ചായയിലും എല്ലാം കൊടുത്തിരുന്ന ആന്റിഡോട്ട്സ് ഒക്കെ മാറ്റി അവർ പുറത്തു നിന്ന് ചായയും വെള്ളവും ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതായത് ഇപ്പോ ആ ഒരു കമ്പനിയുടെ പേരിലോ ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. ആ ഒരു MD ജോൺ അവർക്ക് വേണ്ടതെല്ലാം കളക്ട് ചെയ്തതിനു ശേഷമാണ് ഇതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അവർ കണ്ടുപിടിച്ച മരുന്നിന്റെ ഫസ്റ്റ് ഡോസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വന്ന അസുഖങ്ങൾ മാറ്റാനേ പറ്റില്ല. അത് മരണം വരെ അവരെ പിന്തുടരുമെന്ന് ആ ഒരു വർക്കേഴ്സും മനസ്സിലാക്കാണ്. പിന്നീട് അവര് ആ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരാതെയായി. സമൂഹത്തിന് മുന്നില് അവർക്ക് വന്ന കുറവുകളും അവരുടെ അസുഖങ്ങളും അവർ മറച്ചു വെക്കാനായിട്ട് തുടങ്ങി. ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. കാരണം പൈസ ഉള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കുള്ളൂ എല്ലാ നിയമങ്ങളും നിൽക്കാൻ പോകുന്നത്. ഇതെല്ലാം ഈ IPS ഓഫീസർ അറിയുന്നുണ്ട്. ഡോക്ടർ പക്ഷെ IPS ഓഫീസറായ സന്ദീപിനോട് പറയാണ്, ആക്ച്വൽ ക്രിമിനൽസ് ആരാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കൊല ആര് ചെയ്തതാണ്
ആണെങ്കിലും അവരൊരിക്കലും ക്രിമിനൽസ് ആവില്ല. ജോണിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി ഉപയോഗിക്കുകയും ചെയ്യും. അതിനുവേണ്ടി പോരാടണം എന്ന്. ഈ ജോണിന്റെ കമ്പനീസിലൊക്കെ ഒരു പാർട്ട്ണർ ആയിരുന്നു ജിപ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അയാളുടെ പേരെങ്ങാനും ഈ ഫയൽസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് IPS ഡോക്ടറോട് ചോദിക്കാണ്. എന്നാൽ ജിപ്സൺ എന്ന് പറഞ്ഞ ഒരു പേര് ഫയൽസിലൊന്നും കണ്ടിട്ടില്ല എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. സന്ദീപ് അപ്പോ അവൻ ഇന്നസെന്റ് ആണെന്നാണ് കരുതുന്നത്. ഇപ്പൊ സന്ദീപ് ഈ V-Pharma എന്ന് പറഞ്ഞ ലാബ് എവിടെയാണെന്ന് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അവർക്കെതിരെ പോരാടാനാണ് ഇനി സന്ദീപിന്റെ പ്രയത്നങ്ങളെല്ലാം. പോലീസുകാരെല്ലാവരും ഇത് ജസ്റ്റ് ആക്സിഡന്റൽ ഡെത്ത് ആണെന്നും അവൻ ബാത്റൂമിൽ തലയിടിച്ച് മരിച്ചതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ സന്ദീപിന് മാത്രമാണ് അതൊരു മർഡർ ആണെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിനെ കുടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് റിപ്പോർട്ട് കൊടുക്കാണ് ഇത് ശരിക്കും ഒരു ആക്സിഡന്റൽ ഡെത്ത് ആണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഫീസേഴ്സും അവനൊരു പുച്ഛത്തോടുകൂടി നോക്കാണ്. വലിയ ഷോ കാണിക്കാൻ നോക്കിയതാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. പക്ഷെ ആ വർക്കേഴ്സിൽ ആരോ ഒരാളാണ് ഈ ഒരു കൊല ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ആരാണെന്ന് സന്ദീപിന് അറിയില്ലായിരുന്നു. ആരാണ് ഇത്രയും പേരുത്ത് ഈ ക്യാമറകളുള്ള ഈ ഒരു ഓഫീസിൽ ഈ ഒരു കൊല ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സന്ദീപ് CCTV വിഷ്വൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ വർക്കേഴ്സും ക്യാമറയിൽ നിന്ന് മാറി നിന്ന ടൈം അവൻ കാൽക്കുലേറ്റ് നോക്കുമ്പോഴും ജോണ് ടോയ്ലറ്റിൽ നിന്നാണല്ലോ മരിച്ചത്. ആ ടോയ്ലറ്റിൽ പോയ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത അവനക്ക് മനസ്സിലാവാണ് എല്ലാവരും കൂടി നിന്നാണ് ആ ഒരു കൊല ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പൊ അവരെങ്ങനെയാണ് ആ ഒരു കൊലകളെല്ലാം ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അവര് ജോണിന്റെ ഡെയിലി റൂട്ടീൻസ് എല്ലാം വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവൻ എത്ര മണിക്ക് ചായ കുടിക്കും, എത്ര മണിക്ക് ഓഫീസിൽ വരും, എത്ര മണിക്ക് ഓഫീസിൽ നിന്ന് പോകും, അതുപോലെ തന്നെ അവൻ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അവനക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ. ആ ഒരു ഓഫീസില് ജോണിന്റെ ക്യാബിനിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്ന ആ ഒരു വഴിയില് ചെറിയ ഭാഗത്തൊന്നും ക്യാമറ ഉണ്ടായിരുന്നില്ല. അത് വെച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് അവര് തീരുമാനിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യാണ്. ആ ഒരു സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന 3 വർക്കേഴ്സ് ചായ കുടിക്കാനാണെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ഓസ് പൊട്ടിപ്പോയെന്നും പറഞ്ഞ് പുതിയ ഓസ് വാങ്ങും. എന്നിട്ട് പഴയ ഓസ് ഈ കാർബൺ ഡയോക്സൈഡ് വെച്ചിരിക്കുന്ന ഗ്രില്ലിന്റെ മുകളിലായിട്ട് കൊണ്ടുപോയി വെക്കും. ഒരു വർക്കർ ആ ഒരു ഗ്രില്ല് കാണാത്ത വിധത്തില് കാർ വന്ന് പാർക്ക് ചെയ്യും. നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റാഫ് ലേറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, ബിബീഷ് വേഗം ക്യാമറയുടെ കണ്ണിൽ പെടാതെ അവിടേക്ക് പോയിട്ട് ഒരു ബലൂൺ വീർപ്പിച്ച് ഈ പഴയ ഓസി ബലൂണുമായി കണക്ട് ചെയ്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന ബൾബില് കണക്ട് ചെയ്ത് വെക്കും. ഇപ്പൊ 3 സ്റ്റാഫ് ചായയും സിഗരറ്റും ഒക്കെ വലിക്കാനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണെന്ന് വെച്ചാല് കോഫി മെഷീനില് കോഫി പൗഡർ ഇടുന്ന സമയത്ത് അതിന്റെ പൈപ്പിലായിട്ട് ഒരു കടലാസ് കുത്തികയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ആ കടലാസ് കുത്തികയറ്റി വെച്ചോണ്ട് തന്നെ ഈ പൈപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കോഫി ജോണിന്റെ മേലിലേക്ക് തെറിക്കും. അങ്ങനെ അവൻ വാഷ്റൂമിലേക്ക് പോകും. അതായിരുന്നു ഇവരുടെ പ്ലാൻ. നീന എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫാണ് ഇപ്പൊ ഓഫീസിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവള് വേഗം തന്നെ ക്യാമറയുടെ മുന്നിൽ ഡീസന്റ് ആയി നടന്ന് ഒരു ഡൗട്ടും വരുത്താതെ CCTVയുടെ കണ്ണിലൊന്നും പെടാതെ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോവാണ്. അവിടുത്തെ ഡോറിൽ കൈകൊണ്ട് അവള് ടച്ച് ചെയ്യാതെ ഡോറിന്റെ ലോക്ക് ഉള്ളിൽ നിന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ആ ഒരു ഡോറ് അടയ്ക്കാത്ത പോലെ വെക്കാണ്. ജോണി ഇനി ടോയ്ലറ്റിലേക്ക് വരുന്ന സമയം ആ ടിഷ്യൂ പേപ്പർ നിലത്തേക്ക് വീഴും. അങ്ങനെ ഡോറ് ലോക്ക്ഡ് ആവും. ഇപ്പൊ ആ ഡോറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ അവരൊരു സ്ലൈഡിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡോറ് ലോക്ക് ആവുന്ന സമയത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ ഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറ് ജാം ആയിട്ട് നിൽക്കും. പിന്നെ ജോണിന് ഉള്ളിൽ നിന്ന് തുറന്നാൽ ഡോർ ഓപ്പൺ ആവില്ല. ചായ കുടിക്കാനായിട്ട് 3 ആൾക്കാരായിരുന്നല്ലോ പോയത്. അവർ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരാൾ ക്യാമറയിൽ കാണാത്ത ചെയറിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അവനപ്പൊ എണീറ്റ് അവിടെ നിന്ന് പോയാലും ബാക്കി 2 പേര് അവനോട് സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യും. അവൻ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയതിനു ശേഷം ബിബീഷ് കണക്ട് ചെയ്ത ആ ഒരു ഓസ് ഉണ്ടല്ലോ, പുറത്തുനിന്ന് നോക്കിയാൽ ഈ ഓസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി അവിടെ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പുക കൊണ്ട് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ആർക്കും ഈ ഒരു ഓസ് കണക്ട് ചെയ്തത് കാണാനായിട്ട് പറ്റില്ല. ചേച്ചി അങ്ങനെ പേപ്പർ വെക്കുന്നുണ്ട്. എന്നിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരാണ്. ജോണിന്റെ കോഫി ടൈം ആയപ്പോ അവൻ കോഫി കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. കോഫി ഓൺ ചെയ്തതും അവന്റെ ഷർട്ടിലേക്ക് കോഫി തെറിക്കാണ്. അവൻ ടോയ്ലറ്റിലേക്ക് അത് വാഷ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവര് വിചാരിച്ച പോലെ തന്നെ ടിഷ്യൂ പേപ്പർ നിലത്ത് വീണ് ഡോർ ലോക്ക് ആവുന്നുണ്ട്. അവിടെ വെള്ളം എടുക്കാൻ പോയ 2 സ്റ്റാഫിലോ ഒരാള് ആ സ്ലൈഡ് കൊണ്ടുപോയി ആ ഡോറിൽ വെക്കാണ്. അങ്ങനെ ആ ഡോറ് ജാം ആവുന്നുണ്ട്. ഈ ടൈമില് ഒരു പെൺകുട്ടി ബോട്ടിൽ നിലത്തിട്ടതും ആ ഒരു ചേച്ചിയാണെന്ന് വെച്ചാല് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാണ്. വാക്യൂം ക്ലീനർ ഓൺ ചെയ്യുന്നുണ്ട്. വാക്യൂം ക്ലീനറിന്റെ സൗണ്ട് പുറത്തു നിന്ന് കേട്ട ആ ഒരാളാന്ന് വെച്ചാല് വേഗം കാർബൺ ഡൈ ഓക്സൈഡ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് ഈ വാൾവിൽ കൂടെ വിടാണ്. അങ്ങനെ ബാത്റൂമിൽ നിറച്ചിപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഭയങ്കര അസ്വസ്ഥത ജോണിന് തോന്നാണ്. അവൻ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഡോർ ജാം ആയിട്ടിരിക്കുകയാണ്. ആ
അവൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ വാക്യൂമിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും അവൻ ഒച്ചെടുക്കുന്ന സൗണ്ട് പുറത്തേക്ക് കേട്ടിരുന്നേ ഇല്ല. ജോണിന് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് തന്നെ അവനക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. നെഞ്ചുവേദന വന്ന് അവൻ അവിടെ തന്നെ വീഴുന്നുണ്ട്. അങ്ങനെ തലയിടിക്കുകയാണ്. ഇപ്പൊ പുറത്തിരുന്നിരുന്ന ഒരാളാണെന്ന് വെച്ചാൽ ടൈം നോക്കി ഇപ്പൊ ജോൺ മരിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ വേഗം പോയി ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തുറന്നു വിട്ടത് പൂട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓസ് എടുത്ത് ഗ്രില്ലിന്റെ മുകളിൽ തന്നെ വെച്ച് അത് കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച ബലൂണ് തീയിട്ട് കളയാണ്. ഇപ്പൊ അവര് മരിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കിയ ഒരു വർക്കർ ആണെന്ന് വെച്ചാല് വേഗം അവിടേക്ക് പോയിട്ട് ആ സ്ലൈഡ് ലോക്ക് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചായിരുന്നല്ലോ അത് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് ബാധിച്ച അസുഖം എന്താന്ന് വെച്ചാൽ അവൾക്ക് ഓർമ്മക്കുറവ് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആന്റിഡോട്ട് ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് അവൾ എന്തിനാണ് അവിടേക്ക് പോയതെന്ന് അവൾക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. എല്ലാവരും ഇപ്പൊ പെട്ടൂന്ന് കരുതിയിരിക്കുകയാണ്. അപ്പൊ ഡോണ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് അവളുടെ തലയിൽ വെച്ചിരിക്കുന്ന സ്ലൈഡ് ഊരി ടാബിളിൽ വെക്കാണ്. ഇത് കണ്ട ആ ഒരു പെൺകുട്ടിക്കും അവൾക്ക് സ്ലൈഡ് എടുക്കേണ്ട ഡ്യൂട്ടി ആണുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ ആ സ്ലൈഡ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഒരു അബദ്ധം ഇവർക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ അവര് ഡോർ ലോക്ക് ആവാണ്ടിരിക്കാൻ ഒരു ടിഷ്യൂ പേപ്പർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടിഷ്യൂ പേപ്പർ അവർക്ക് സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു IPS ഓഫീസർക്കാണ് കിട്ടിയിരുന്നത്. അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ് ആവുന്നുണ്ട്. പക്ഷെ IPS ഓഫീസർ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അത് ആരോടും തന്നെ പറയുന്നില്ല. അവർക്ക് പക്ഷെ നല്ല ചീത്ത പേരും വരുന്നു. ഇത്രയും ഷോ ഓഫ് കാണിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എല്ലാ പോലീസുകാരും പറയുന്നത്. ഡോക്ടറാന്ന് വെച്ചാൽ കുറച്ച് ഡോക്യുമെന്റ്സും കൂടി സന്ദീപിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ കീഴിലുള്ള ഒരു ലാബ്സില് ഇതുപോലത്തുള്ള ട്രയൽസ് ഒരുപാട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സന്ദീപ് വിചാരിച്ച പോലെ തന്നെ ജിപ്സൺ എന്ന് പറഞ്ഞ ജോണിന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നല്ലോ, അവന് ഇതിന്റെ ഒരു പാർട്ട് തന്നെ ആയിരുന്നു. അവൻ ശരിക്കും ഒരു സയന്റിസ്റ്റ് ആണ്. അവനാണ് ഇതിന്റെ മെയിൻ ആണ്. ഇപ്പൊ IPS ഓഫീസർ ഈ ജിപ്സൺ എന്ന് പറഞ്ഞ ആളെയും അവൻ നടത്തുന്ന ആ ഒരു ലാബും പിടിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ജിപ്സൺ ആണെന്ന് വെച്ചാല് ഇപ്പൊ ജോണിന് പകരമായിട്ട് ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവർ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കുകയും ചെയ്തു. ആരും അത് പിടിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ഈ IPS ഓഫീസർ ഇതെല്ലാം കണ്ടുപിടിച്ച വിവരം അവർക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ ലൈഫിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്, ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. താങ്ക്